സാറേ നമസ്കാരമുണ്ട്. ഞാൻ ബി.ജെ.പിയുടെ പ്രവർത്തനമോ കോൺഗ്രസിൻ്റെ പ്രവർത്തനമോ അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തനമോ ആയിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ ഈ വേദിയിൽ പങ്കെടുക്കുന്നത്. ഞാനൊരു ഇന്ത്യൻ പൗരൻ. ഒപ്പം പറഞ്ഞോ താങ്കൾ പറഞ്ഞു വരുമ്പോൾ ആരാണെന്ന് ഞാൻ പറഞ്ഞോളാം. പറഞ്ഞോ ഞാൻ പറയട്ടെ ചേട്ടാ ചോദ്യം ഞാൻ പറയട്ടെ ഇവരോട് ചോദിക്കാം. ചോദിക്കൂ. അങ്ങനെ ബി.ജെ.പി. ആണേലും ഞാൻ പറഞ്ഞത് ഇപ്പം സാറ് പറഞ്ഞൊരു കാര്യത്തെ ഊന്നി ഞാൻ സംസാരിച്ചതാ. ഇതിപ്പോ ഞാനിതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നവോത്ഥാനം പറഞ്ഞ് ശ്രീനാരായണ ഗുരു പറഞ്ഞ് അയ്യൻകാളി പറഞ്ഞു. ഈ അയ്യൻകാളിയെ അപമാനിച്ച ഒരു ചരിത്രമുണ്ട് ഇവിടെ, ഇല്ലേ? റിപ്പോർട്ട് ചാനൽ ശരിക്ക് അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഈ അയ്യൻകാളിയെ അപമാനിച്ചപ്പോഴും ഇപ്പൊ ഈ RLV രാമകൃഷ്ണ സത്യഭാമ അപമാനിച്ചപ്പോഴും ഇവരൊക്കെ എവിടെയായിരുന്നു? ഒന്ന് സത്യഭാമ ബി.ജെ.പിയുടെ 5 രൂപ മെമ്പറാണ്. 5 രൂപ മെമ്പർ അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ ഈ അപമാനം ഏറ്റുവാങ്ങിയ ഒരു ജനതയുടെ ഒരാളാണ് ഞാൻ KPMS-ന്റെ യൂണിയന്റെ സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞത്. നിങ്ങൾ പറയാൻ വരട്ടെ. അപ്പം അത്തരത്തിൽ ഇവിടെ അവഹേളനം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോ ഈ പട്ടിക ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ, ചാഴികാടനാണെങ്കിലും മറ്റുള്ള ഫ്രാൻസിസ് ജോർജ് ആണെങ്കിലും ആരാണെങ്കിലും 100% ഇവിടെ ഫണ്ട് വിനിയോഗിച്ചു എന്ന് പറയുമ്പോ 68 കോടി രൂപ ഇവിടെ ചെലവഴിക്കാത്ത MP-മാരാ. ഇവിടെ പട്ടികജാതി ഫണ്ട് വിനിയോഗിക്കാത്ത MP-മാരാണ്. ഒന്ന് പാർശ്വവൽക്കരിക്കപ്പെടാത്ത അല്ലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇവർ ചെയ്തെന്ന് പറയുമ്പോൾ 100% ഫണ്ട് വിനിയോഗിച്ചെന്ന് പറഞ്ഞ അത് വിനിയോഗിക്കാത്ത MP ആണ്. കോട്ടയം മണ്ഡലത്തിൽ നിങ്ങൾ ആരെയാ പിന്തുണയ്ക്കുന്നത്? ഞങ്ങൾ തുഷാർ വെള്ളാപ്പള്ളിനെ. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നിട്ട് സത്യഭാമ എന്ന് പറഞ്ഞ വ്യക്തി ഞങ്ങൾക്ക് തുഷാർ വെള്ളാപ്പള്ളി അവര് രാഷ്ട്രീയക്കാരിയല്ല. അതിനകത്ത് ഇവര് പ്രതികരിക്കാത്തത് കൊണ്ട് ഞങ്ങളെ പോലെയുള്ളവര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയുന്ന സംഘടനയിലാണ്. താങ്കൾ സത്യഭാമയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ആ സത്യഭാമയെ ആദരിച്ച BJP അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? BJP അംഗീകരിക്കുന്നില്ല. ആര് പറഞ്ഞു? എവിടെയാ അംഗീകരിച്ചത്? ദൃശ്യങ്ങൾ കണ്ടതല്ലേ? ഇല്ല. കണ്ടിട്ടില്ല. ചേട്ടൻ കണ്ടിട്ടില്ല. അടുത്ത ചോദ്യം പോണം. ചേട്ടൻ അല്ല എല്ലാവർക്കും കൊടുക്കണം. അദ്ദേഹത്തിന് വേണ്ടി ആ ചിത്രം പാവം കണ്ടോട്ടെ. എനിക്ക് ഇവിടെയുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് ചോദിക്കാണ്. എന്താ ചോദ്യം? അതായത് ഈ 10 വർഷം കേരളം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട എന്തൊക്കെ പദ്ധതികളാണ് LDF സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്? എന്താണ് ഈ മണ്ഡലത്തിൽ LDF-ന്റെ MP ചെയ്തിരിക്കുന്നത്? അല്ലെ തോമസ് ചാഴികാടൻ MP ചെയ്തിരിക്കുന്നത്? ഇവിടെ നിലവില് കേരള സംസ്ഥാന സർക്കാർ LDF സർക്കാർ ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്ത് പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്? നിലവിലുള്ള കൊടുത്തിരിക്കുന്ന പദ്ധതികളെല്ലാം നിർത്തലായി പോയതല്ലാതെ കിഫ്ബി ഫണ്ടില്ല. വൈക്കത്ത് ആശുപത്രിയുടെ പ്രവർത്തനം നിലച്ചു. 18.5 കോടി രൂപ കൊടുക്കാണ്ട്. ആശുപത്രിയിൽ മരുന്നില്ല, സപ്ലൈകോ സാധനമില്ല. നേരടവ് പാലം നിലച്ചിട്ട് എത്ര നാളുകളായി? സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഭരണവികാരത്തിലല്ല, നിലവില് എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് LDF സർക്കാർ ഈ 9 വർഷം കൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു പദ്ധതി ഒരു പദ്ധതി എന്താണ്? അതാണ് പറയേണ്ടത്. LDF സർക്കാർ പറയണം. അതിന് ഒരു പ്രതികരണം കൂടി. എന്താ ഇവിടുത്തെ അവസ്ഥ കോട്ടയത്തെ? എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാനുള്ള BJP-യുടെ വക്താവിനോടാ ഒരു ചോദ്യം ചോദിച്ചോളൂ. ഇവിടെ വെള്ളൂർ ഒരു ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട്. 1000-ഓളം തൊഴിലാളികൾ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. അതിനെപ്പറ്റി എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതുവെ അതാണ് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ കോട്ടയം നിയോജക മണ്ഡലത്തിലെ കാര്യം പറയുമ്പോൾ വെള്ളൂരിന്റെ ആണല്ലോ നമുക്ക് പറയേണ്ടത്. കോട്ടയത്ത് ആർക്കാണ് സാധ്യത എന്നാണ് മാഡം കരുതുന്നത്? കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് തന്നെ. എന്താ സാധ്യത? എന്താ അങ്ങനെ പറയാൻ കാര്യം? എന്താ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോമസ് ചാഴികാടൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ ഞങ്ങള് കഷ്ടപ്പെട്ട് ജയിപ്പിച്ചു വിട്ടതാണ്. എന്നിട്ട് ഈ ജയിപ്പിച്ചു വിട്ട വോട്ടർമാരോട് ഒരു നന്ദി പറയാൻ പോലും അദ്ദേഹം വന്നിട്ടില്ല. മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലേ? വന്നിട്ടില്ല. മണ്ഡലത്തിൽ ഇല്ല.
വന്നിട്ടേ ഇല്ല. അദ്ദേഹം നമ്മുടെ പാർലമെന്റിൽ ചെന്നിട്ട് പാർലമെന്റിൽ ചെന്നിട്ട് മുണ്ട് ഒഴിഞ്ഞു പോയിട്ട് ഉടുക്കാൻ പോലും അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല. അഴിഞ്ഞു പോയ പോലെ എഴുന്നേറ്റിട്ടില്ല അദ്ദേഹം. പ്രതീകാത്മകമായി പറഞ്ഞ കൈ പൊക്കിയിട്ടില്ല. ഒരു കാര്യവും ഇവിടെ നടത്തിയിട്ടില്ല. പിന്നെ അദ്ദേഹം ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ജനോപകാരപ്രദമായ ഒരു കാര്യവും ചെയ്യാത്ത ജനോപകാരപ്രദമായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മണ്ഡലത്തിൽ സാന്നിധ്യമില്ല, പാർലമെന്റിൽ ഈ മണ്ഡലത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടില്ല അല്ലേ? തോമസ് ചാഴിക്കാടൻ മൗനമായിരുന്നു. മുണ്ടഴിഞ്ഞു പോയ പോലും എഴുന്നേക്കത്തില്ല. ഇതാണ് ആരോപണം. അടുത്ത ആരോപണങ്ങളാണ് ബ്രൈറ്റ്. മറുപടി വേണം. അപ്പൊ മറുപടി പറഞ്ഞോ. എന്താണ്? ഞാൻ ബിജുമാറിലേക്ക് വരാം. ഈ ഒറ്റ ചോദ്യം. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. എന്താ സംഭവം? എന്താണ് തോമസ് ചാഴിക്കാടൻ മണ്ഡലത്തിന് വേണ്ടി ചെയ്തത്? സിറ്റിംഗ് എംപിയുടെ പ്രതിനിധിയാണ് താങ്കൾ, പറഞ്ഞോ. തോമസ് ചാഴികാടൻ എന്ന ജനപ്രതിനിധി ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് 4100 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ്. ഞാൻ പറയാം, അത് പ്രധാനമന്ത്രിയുടെ ഏറ്റുമാനൂർ ബസ് സ്റ്റാൻഡിൽ ഒരു ബാത്റൂം ഇല്ല. 4300 കോടി 4 ലക്ഷം കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത് ഞങ്ങൾ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാണ്. ഞങ്ങൾ അതിന് തയ്യാറാണ്. ഞാൻ പറയാം, റെയിൽവേ വികസനം 925 കോടി. ഭിന്നശേഷി സൗഹൃദ മണ്ഡലമാക്കി കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ അദ്ദേഹം മാറ്റി. ഏതെങ്കിലും ജനപ്രതിനിധി ചെയ്തിട്ടുണ്ടോ? അതിനുവേണ്ടി 1,44,00,000 രൂപ. MP ഫണ്ട് വിനിയോഗം 17,22 ലക്ഷം രൂപ. PMGS വഴി 75 കോടി രൂപ. 92 കിലോമീറ്റർ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയാണ് 75 കോടി രൂപ അദ്ദേഹം കൊണ്ടുവന്നത്. CMDRF പദ്ധതി വഴി 19 ലക്ഷം രൂപ. ജൽജീവൻ മിഷൻ പക്ഷേ മണ്ഡലത്തിൽ കാണാനില്ലായിരുന്നു. മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടന്റെ സാന്നിധ്യമില്ലായിരുന്നു എന്നാണ് മാഡം പറഞ്ഞത്. വൈക്കം നിയോജക മണ്ഡലത്തിൽ മാത്രം ജൽജീവൻ മിഷൻ പദ്ധതി വഴി വെച്ചൂർ, തലയാഴം, ടിവിപുരം, ഉദയനാപുരം, മറവൻതുരുത്ത്, ചെമ്പ്, തലയോലപ്പറമ്പ്, വെല്ലൂർ, കല്ലറ ഗ്രാമപഞ്ചായത്തുകൾക്ക് വേണ്ടി 63 കോടി 20 പറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രിയുടെ സ്കീമുകൾ പലതും കോട്ടയത്ത് വന്നു എന്നാണ്. പ്രധാനമന്ത്രിയുടെ BJP സർക്കാരിന്റെ പദ്ധതി കോട്ടയത്തുണ്ട്. ലോകസഭാ മണ്ഡലത്തിൽ നിന്നും നമ്മൾ